ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഇന്ന് അവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്കിതൊരു റിക്വസ്റ്റ് വന്നൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഞാൻ തൊട്ട് ചില കുക്കിംഗ് വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചു. കുറച്ച് വേപ്പില കിട്ടിയതുണ്ടായിരുന്നു, അതപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിൽ കഷ്ണങ്ങൾ കുമ്പളങ്ങ, ചേന, അമരപ്പയർ, പിന്നെ സാദാ നീളം പയർ, ക്യാരറ്റ്, മുരിങ്ങയ്ക്ക, അതുപോലെ വഴുതനങ്ങ, കോവയ്ക്ക, ഇത്രയും കഷ്ണങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും കൂടി തേച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊഴിച്ച് വേവിക്കാൻ വെക്കാം. അപ്പോഴേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം. ആവശ്യത്തിന് തേങ്ങ ചിരകിയത്, പിന്നെ ജീരകം, പച്ചമുളക്, ഉള്ളി, ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ കറിക്കുള്ളത് നന്നായിട്ട് ഇവിടെ അടച്ച് മൂടി വെച്ചിട്ട് വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തുറന്ന് നോക്കിയപ്പോൾ ഇത് നന്നായിട്ട് കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ അരപ്പ് അതിലേക്ക് ഒഴിച്ച് തിളപ്പിക്കാൻ വയ്ക്കാം. പിന്നെ വേപ്പില കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നേരെ അരപ്പ് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. സദ്യയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കറിയാണ് കേട്ടോ ഈ അവിയൽ എന്ന് പറയുന്നത്. ഇതിലേക്ക് ഒരു ഐറ്റം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കണം. പുളിവെള്ളം കൂടി നന്നായി ഒഴിച്ചു കൊടുക്കണം. എന്നാലാണ് ആ ഒരു അവിയലിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് എത്തുള്ളൂ. കഷ്ണങ്ങൾ കൂടുതലുണ്ടായിരുന്നു, അതാണ് എല്ലാം കൂടി ഇട്ടിട്ട് നല്ലൊരു അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്നും കൂടി ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഒന്നും കൂടി ഒന്ന് സെറ്റായി വരും അപ്പോഴത്തേനും. പിന്നെ ഉപ്പ് ലേശം കുറവായിരുന്നു, അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നേരെ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതേ നമ്മളവിടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോഴാണ് ഫൈനൽ ലുക്ക് അങ്ങോട്ട് കിട്ടിയത്. എന്ത് രസമല്ലേ കാണാൻ തന്നെ. ഇനി ചോറും കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീടുമായിട്ട് വീണ്ടും കാണാം. ടാറ്റാ.